അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ബട്ടർ ചിക്കൻ തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാം. ആദ്യമായി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. ശേഷം ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ചേർക്കാം. ഇപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ചിക്കന് ഇതിലേക്ക് ചേർക്കാം. ഇത് മൂടി വെച്ച് ഫ്രൈ ചെയ്യാം. ചിക്കൻ നന്നായി വേവുകയും ചെറിയ രീതിയിൽ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. അധികം ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മറ്റൊരു പാൻ വെക്കാം. അതിലേക്ക് ബട്ടർ ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാളയും 1 പച്ചമുളകും ചേർക്കാം. ഒന്ന് ജസ്റ്റ് മിക്സ് ആക്കിയതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഒരു ലൈറ്റ് കളർ മാറ്റം വരുന്നത് വരെ വഴറ്റുക. ഇപ്പോൾ 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ ചെറുജീരകവും ക്രഷ് ചെയ്തതും ചേർക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കന് എന്തായെന്ന് നമുക്ക് നോക്കാം. ചിക്കനിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ കുക്കാവാനുണ്ട്. നമ്മുടെ മസാല നല്ലപോലെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ശേഷം അടച്ചു വെക്കുക. തക്കാളി പെട്ടെന്ന് വെന്ത് നന്നായി മഷിയാൻ ഇത് സഹായിക്കും. ആ സമയം ഞാൻ ചിക്കന് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ മസാലയിൽ 1 ടീസ്പൂൺ വിനാഗിർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമ്മുടെ മിക്സിൽ നമുക്ക് കശുവണ്ടി ചേർക്കാം. കശുവണ്ടി ഒന്ന് സോട്ടായാൽ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ വീണ്ടും ഒരു പാൻ വെച്ചിട്ട് ഈ മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ചേർക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അവസാനമായി കുറച്ച് കറിവേപ്പില, ക്രഷ് ചെയ്ത ചില്ലി, ഫ്രഷ് ക്രീം എന്നിവ ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇങ്ങനെ നമുക്കൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ തയ്യാറായി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക.